ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി തികച്ചും വ്യത്യസ്തമായ ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഈ മുറുക്ക് റെഡിയാക്കുന്നത്. തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു അടിപൊളി മുറുക്കാണിത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ തക്കാളി മുറുക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് 3 മീഡിയം തക്കാളിയുടെ ആവശ്യമുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി, 1.5 കപ്പ് കടലപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. തരിയില്ലാത്ത പൊടി വേണം നമുക്ക് ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മുറുക്കിന് കുറച്ച് എരിവൊക്കെ കിട്ടാനായിട്ട് ഒരു 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കൂടി കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തക്കാളി മുറുക്ക് ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമാണ് തക്കാളിയുടെ ഈ ഒരു അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് ആയിരിക്കുള്ളൂ. ഈ ഒരു അളവ് കറക്റ്റാണ്. ഒരു 3 മീഡിയം തക്കാളി എടുത്തു കഴിഞ്ഞാൽ 2.5 കപ്പ് പൊടിക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ. കൈ വെച്ചിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് വേണം ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇട്ടിട്ട് നമുക്കിത് പിഴിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാൻ. ഇപ്പോൾ മുറുക്കിനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ച് തന്നെയാണ് മുറുക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഇടിയപ്പത്തിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു അച്ചുണ്ടാവില്ലേ, അത് വെച്ചിട്ടായാലും ഈ ഒരു മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിത് മുറുക്കായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ മിക്സ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് കപ്പലിൻ്റെയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഇത് മിക്സ്ചറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മുറുക്കിനുള്ള മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതോ ചട്ടകമോ എടുത്തിട്ട് അതിൻ്റെ മീതേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. നേരിട്ട് നമ്മൾ എണ്ണയിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. നേരിട്ടാകുമ്പോൾ ചൂടൊക്കെ തട്ടിയിട്ട് കൈയൊക്കെ പൊള്ളാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അത് കോരിയെടുക്കാം. വേഗം തന്നെ ഈ മുറുക്ക് റെഡി ആക്കിയിട്ടും ഒരു 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ മുറുക്ക് റെഡി ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ അധികം വലിപ്പത്തിലുള്ള മുറുക്കായിട്ടല്ല റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മുറുക്ക് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഇട്ടതിന് ശേഷം അടുത്തത് പിഴിഞ്ഞിട്ട് ഇടുമ്പോഴേക്കും ആദ്യത്തെ മുരിഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ മാറി മാറി നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ കുക്കിങ്ങിലേക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ അരിപ്പക്കയിൽ പിഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണതാണ് കുറച്ചും കൂടി നല്ലത്. നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് കോരിയെടുക്കാം. ഈ 2.5 കപ്പ് പൊടിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 12 മുറുക്കോളം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്ക് റെഡി ആയിട്ടുണ്ട്. വൈകിട്ടത്തെ ചായയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് മിക്സ്ചറായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ മുറുക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു.